ഗൈസ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ഗസൽ. ഇതെന്റെ ചോറൂണിന്റെ ഫുൾ വീഡിയോ ആണ്. അങ്ങനെ 6 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞാനിതാ ഇന്ന് ചോറ് കഴിക്കാൻ പോവാണ് ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരിലെ ഗുരുവായൂരിനടുത്ത് ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇതാ ചോറെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. ഇന്ന് ഞാൻ ചോറുണ്ണാൻ പോവാണ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ സോപ്പ് പൗഡറിൽ കുളിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് പുത്തൻ പട്ടുപാവാടയാണ്. ഇതൊരു പിങ്കിഷ് കളറിലുള്ള ഒരു ഡ്രസ്സാണ് ഗൈസ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ലുക്ക്. ഞാൻ പൊട്ടും പിരികവും ഒന്നും എഴുതിയിട്ടില്ല ഗൈസ്. അത് ഞാൻ ഉറങ്ങുമ്പോൾ തന്നെയുള്ള എൻ്റെ അമ്മയുടെ കലാവിരുദ്ധകളാണ്. ഇതെൻ്റെ അച്ഛനാണ് ഗൈസ്. ദിസ് ഈസ് മോനി, ഇതെൻ്റെ ചേച്ചിയാണ്. എനിക്ക് വേറൊരുത്തി കൂടി ഉണ്ട്. ഇതാണ് മിങ്കു. എല്ലാവരും പുറപ്പെട്ട് നമ്മളിതാ വണ്ടിക്കടുത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടെ വണ്ടിക്കടുത്തെത്തി. നമ്മളിതാ വണ്ടിയിൽ കയറി. അപ്പോൾ തന്നെ അച്ഛമ്മയും നേരത്തെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മമ്മ, ഉഷ, അമ്മി, അമ്മച്ചൻ എല്ലാവരും വണ്ടിയിലെത്തി. ഇതായി കയറി വരുന്നതാണ് ദിവ്യ മാഡം, എൻ്റെ ആൻറ്റിമ്മയാണ്. ഇതെൻ്റെ പൊന്നുമമ്മി. നമ്മളെല്ലാവരും എത്തിയ ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഗുരുവായൂരിൽ പാർക്ക് ചെയ്തു. ശേഷം നമ്മളിത് അമ്പലനടയിലേക്ക് നടക്കുകയാണ്. ഇതാണ് അമ്മച്ചനും അമ്മമ്മയും. ഇവരെ മുഖം കാണുന്ന വീഡിയോ കയ്യിലില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മളിതാ എത്തി നേരെ പോയത് മുല്ലപ്പൂവിൻ്റെ അടുത്തേക്കാണ്. ഞാൻ നോക്കുകയാണ്, ഇവർ മുല്ലപ്പൂ വാങ്ങുന്നു, വെക്കുന്നു, എനിക്ക് മാത്രം വെച്ചു തരുന്നില്ല. എല്ലാവരും ഇതാ പലതരം മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാണ്. അപ്പോഴേക്ക് ഇതാ മാമനും എഡ്വിച്ചേട്ടനും കൂടി എന്തൊക്കെയോ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും മുല്ലപ്പൂ വെച്ച് തരുന്നത്. ഞാനിങ്ങനെ നോക്കാം, എനിക്ക് മാത്രം വെച്ചൊന്നുമില്ല മുല്ലപ്പൂവ്. അറ്റ് ലാസ്റ്റ് എനിക്കും കിട്ടി ഗൈസ് മുല്ലപ്പൂവ്. ഇതാണ് എൻ്റെ മുല്ലപ്പൂ വെച്ച ലുക്ക്. പിന്നെ എനിക്ക് ഇറിറ്റേഷൻ ആയിട്ട് ഞാൻ തന്നെ അത് വലിച്ചൊരു ചാടി കളഞ്ഞു. ഈ ചിരി കണ്ടോ, ഇതെന്റെ കളച്ചിരിയാണ് ഗൈസ്. എനിക്ക് ചോറ് തരൂ എന്നുള്ളൊരു ചിരിയാണ് ഇതില് ഞാൻ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ചോറൂണിന്റെ സ്ഥലത്തേക്ക് പോയി. അവിടെ നമുക്ക് ഫോൺ തീരെ അലൗഡ് അല്ലായിരുന്നു. നമ്മുടെ ഫോണൊക്കെ നമ്മൾ സെക്യൂർ ആയിട്ട് സ്ഥലത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ചോറ് കഴിക്കാൻ പോയത്. അവിടെ വെച്ച് എനിക്ക് ഇതാ പഴവും പപ്പടവും ഒക്കെ ചേർത്ത് ചോറ് തന്നു. ഇത് ആദ്യം നമുക്ക് അമ്മ തന്നു, പിന്നെ ചേച്ചി തന്നു, പിന്നെ അച്ഛൻ, അച്ഛമ്മ എല്ലാവരും ഓരോ നുള്ളു വീതം എനിക്ക് ചോറ് തന്നിട്ടായിരുന്നു. പിന്നെ ആ ചോറ് തന്ന ക്ഷീണത്തിനോട് അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ ഇവരെൻ്റെ സൈഡിലുള്ള പൊട്ട് നേരെയാക്കി തൊട്ടു. അങ്ങനെ ഗായ്സ്, ഇനി മുതൽ ഞാൻ നേരെ പൊട്ടുതൊട്ടായിരിക്കാം നിങ്ങളുടെ മുന്നിലേക്ക് വരിക. ഈ ടീം എങ്ങോട്ടാ ഓടുന്നത് അറിയോ? ഇവർ വരി നിൽക്കാൻ വേണ്ടി ഓടാണ് കേട്ടോ ഗൈസ്. ഞാനും വയ്യും അമ്മയും കൂടി ബാക്കിലൂടെ ഒരു വഴിയുണ്ട്. ചോറൂണ് കഴിഞ്ഞ മക്കളെ കൊണ്ട് തൊഴാൻ വേണ്ടിയിട്ട് വേറൊരു വഴിയുണ്ട്. അതിലൂടെ പോയി തൊഴുതിറങ്ങി ഇവരിതാ വരി നിൽക്കാൻ വേണ്ടി ഓടിപ്പോയതായിരുന്നു. അങ്ങനെ ഞാൻ നോക്കുമ്പോഴതാ എഡ്വിച്ചേട്ടൻ ഏതോ അച്ചാച്ചനുമായി കളിക്കുന്നു. അവന്റെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ പേടിച്ച് അമ്മയുടെ മേത്ത് കിടക്കുക. അമ്മേ, എഡ്വിച്ചേട്ടൻ എന്നെ വെടിവെക്കുമോ ചോദിച്ച് ഞാൻ കിടക്കാണ്. ഇത് കണ്ടോ, ഇവരിതാ വരി നിൽക്കുന്ന ടീംസ് ആണ് കേട്ടോ. ഇന്ന് ഇവർക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. എന്നാലും എൻ്റെ അച്ഛൻ സിഗ്മ എന്ന് പറഞ്ഞ് നിന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവർ വരുമ്പോഴേക്ക് നമ്മൾ വീണ്ടും ഒരു ഫോട്ടോ സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ഞാൻ വീണ്ടും എഡ്വിച്ചേട്ടൻ നോക്കിയപ്പോൾ എഡ്വിച്ചേട്ടനും അമ്മച്ചേട്ടൻ നല്ല കളിയാ. അങ്ങനെ നമ്മൾ എല്ലാവരും തൊഴുതിറങ്ങി ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുവരേക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.